ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസവും വെല്ലുവിളികളും എന്ന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. കത്തോലിക്ക വിശ്വാസം പുറമേ നിന്നും അകമേ നിന്നും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങൾ, ധാർമ്മികതയെ സംബന്ധിച്ച ചോദ്യങ്ങൾ, അതിന് ഉത്തരം കൊടുക്കാൻ നമ്മുടെ കുട്ടികളെ പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരമ്പര ആരംഭിച്ചത്. ആദ്യത്തെ ഒരു പുസ്തകം 5 വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുകയുണ്ടായി. യേശു ക്രിസ്തു ചരിത്രപുരുഷനാണെന്നതിന് തെളിവുകളുണ്ടോ? ഇസ്ലാം വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവവും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവവും അള്ളായും ദൈവവും ഒരാൾ തന്നെയാണോ? വ്യത്യാസമുണ്ടോ? അതോ ഇല്ലയോ? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശുവും മുസ്ലിമുകൾ വിശ്വസിക്കുന്ന ഈസാ നബിയും ഒരാൾ തന്നെയാണോ? അതുപോലെ തന്നെ ദൈവത്തിനൊരു അമ്മയുണ്ടാകാൻ സാധിക്കുമോ? ദൈവമാതാവ് എന്ന് പറയുന്നത് ശരിയാണോ? പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഈ 5 വിഷയങ്ങളാണ് നമ്മൾ ആദ്യമേ കൈകാര്യം ചെയ്തത്. അതിൻ്റെ പുസ്തകം ഞാൻ തയ്യാറാക്കിയിരുന്നു. ദൈവം, ദൈവപുത്രൻ, ദൈവമാതാവ്. ആ ടൈറ്റിൽ അത്ര തന്നെ പോരാ, അതിൻ്റെ കവർ ശരിയല്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് ആ പുസ്തകം തന്നെ പുതിയൊരു രൂപത്തിലും ഭാവത്തിലും പുറത്തിറക്കുകയുണ്ടായി. ആരാണ് നിങ്ങളുടെ ദൈവം? വിഷയം ഒന്ന് തന്നെയാണ്, 2ാമത്തെ എഡീഷനാണ്. ഒരുപാട് ആളുകൾ ഇത് എടുക്കുകയുണ്ടായി, വീണ്ടും റീപ്രിൻ്റ് ചെയ്യേണ്ടി വന്നു. പല രൂപതകളിലും ഇത് മതാധ്യാപകർക്ക് ഒരു പാഠ്യപുസ്തകമായിട്ട് തിരഞ്ഞെടുക്കേണ്ട ആ പശ്ചാത്തലത്തിലാണ് ഈ ടൈറ്റിലും പേരും അതുപോലെ തന്നെ കവർ ചിത്രവും ഒക്കെ മാറ്റിയത്. അത് 5 ടോക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത നമ്മൾ സംഭവിക്കുന്നത് അടുത്തൊരു വിഷയത്തിലേക്കാണ് കടക്കുക. അതിൽ മോശയെപ്പോലെ പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം തയ്യാറാക്കുന്നത് 2ാമത്തെ വോളിയമാണ്. ഇതിനകത്ത് 4 അധ്യായങ്ങളാണുള്ളത്. ആദ്യത്തേത് ആരാണ് മോശയെപ്പോലെ പ്രവാചകൻ, 2 അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണ്, 3 കത്തോലിക്കർ വിഗ്രഹാരാധകരാണോ, 4 മരണശേഷം എന്ത് സംഭവിക്കുന്നു, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്വർഗവും മുസ്ലിമുകൾ വിശ്വസിക്കുന്ന സ്വർഗവും അഥവാ പർദീസായും ഒന്ന് തന്നെയാണോ? ഈ 4 വിഷയങ്ങളായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പുസ്തകത്തിൽ. അപ്പോൾ കത്തോലിക്ക വിശ്വാസം നേരിടുന്ന വെല്ലുവിളികൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ വിഷയത്തിലേക്ക് കിടക്കട്ടെ. ബൈബിളിൽ മോശയെപ്പോലെ പ്രവാചകൻ വരും എന്ന ഒരു വാഗ്ദാനമുണ്ട്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് മോശ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ശേഷം മോശയുടെ കർത്താവ് പറയുന്നത്, നിനക്ക് ശേഷം നിൻ്റെ സഹോദരന്മാരിന്ന് ഒരു ആളെ പ്രവാചകനായി അയക്കും. ആരാണ് ഈ പ്രവാചകൻ? മോശയ്ക്ക് ശേഷം മോശയെപ്പോലെ മോശയുടെ സഹോദരങ്ങളിൽ നിന്ന് വന്ന ഈ പ്രവാചകൻ വന്നവനാണോ, വരാനിരിക്കുന്നവനാണോ? മുസ്ലിമുകൾ അവകാശപ്പെടുന്നത് ബൈബിൾ പറയുന്ന മോശയെപ്പോലെ പ്രവാചകൻ മുഹമ്മദാണ് എന്നതാണ്. അത് ശരിയാണോ? അവിടെ വാദം ശരിയാണോ, സ്വീകരിക്കണമോ? അങ്ങനെയാണെങ്കിൽ മുസ്ലിമുകൾ പറയുന്നതായിരിക്കണമല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ആദ്യമേ ഈ ബൈബിൾ ഭാഗത്തിലേക്കൊന്ന് കിടക്കാം. മോശയെപ്പോലെ പ്രവാചകൻ, അതിനെക്കുറിച്ചുള്ള ബൈബിൾ പറയുന്നത് എന്താണ്? ആദ്യമേ വായിച്ച് കേൾക്കാം. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 14 മുതൽ 22 വരെ. മോശയെപ്പോലെ പ്രവാചകൻ എന്ന് POC ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു, എന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹോറബിൽ സമ്മേളിച്ച ദിവസം നിൻ്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. കർത്താവ് അരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകൻ്റെ വാക്ക് എന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് നീ ചോദിച്ചേക്കാം. ഒരു പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ്. നീ അവനെ ഭയപ്പെടേണ്ട. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഇതാണ് ബൈബിളിലെ ഭാഗം. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ ദൈവമയക്കും. ആ പ്രവാചകൻ്റെ സവിശേഷതകൾ ഇതാണ്. അവൻ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവനായിരിക്കും. മോശയെപ്പോലെ അവൻ പ്രവർത്തിക്കും.
ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകനെ ദൈവം അയച്ചിട്ടുണ്ടോ, അതും മുഹമ്മദാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. പക്ഷേ ഈ ചോദ്യം ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പ്രവചനത്തിൻ്റെ സാഹചര്യം? ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ബൈബിൾ വായിക്കുമ്പോൾ ഓരോ വാക്കും എടുത്ത് അല്ലെങ്കിൽ ഒരു വാക്യം സാഹചര്യത്തിൽ നടത്തിയെടുത്ത് വ്യാഖ്യാനിച്ചാൽ അർത്ഥം കിട്ടുകയില്ല. ടെക്സ്റ്റ് ഇൻ ദ കോൺടെക്സ്റ്റ് എന്ന് പറയും. സ്റ്റഡി ദ ടെക്സ്റ്റ് ഇൻ ദ കോൺടെക്സ്റ്റ്. ആ സാഹചര്യത്തോട് ബന്ധപ്പെടുത്തി വേണം ബൈബിൾ വാക്യം പഠിക്കാൻ. ഏതു സാഹചര്യത്തിൽ ആരോട് പറഞ്ഞു, എന്തിനു പറഞ്ഞു, ഇത് കണക്കെടുക്കാതെ എവിടുന്നെങ്കിലുമൊക്കെ വാക്യങ്ങൾ പെറുക്കിയെടുത്ത് ഉദ്ധരിച്ചാൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കുകയില്ല നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഇത് നോക്കുക, നിയമാവർത്തന പുസ്തകത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കറിയാം, മോശയുടെ അന്തിമ പ്രഭാഷണമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. മോശയുടെ 3 പ്രഭാഷണങ്ങളാണ്. സാഹചര്യം ഇതാണ്, ബൈബിൾ അവതരിപ്പിക്കുന്ന സാഹചര്യം. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. സീനായിൽ വെച്ച് ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തു. അതിനുശേഷം കാദേശ് ബർണിയായിൽ വെച്ച് അവർ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചതുകൊണ്ട് ദൈവത്തിനെതിരെ ഒരു കലാപം ഉയർത്തുന്ന പോലെയായി. അതിന് ശിക്ഷ എന്നുകൊണ്ട് 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയേണ്ടി വന്നു. അവസാനം മൊവാബ് സമുദ്രത്തിൽ നിന്ന് പാളയമടിച്ചു. അടുത്ത പടി വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ മോശയ്ക്കറിയാം, മോശയായിരിക്കില്ല ഈ ജനത്തെ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുക. മോശയുടെ സമയമായി. ഇനി അടുത്തത് ജോഷുവ ആയിരിക്കും നയിക്കുക. ഇതുവരെ മോശയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ഇനി ആരിവരെ നയിക്കും? ഇതാണ് സാഹചര്യം. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായ സാഹചര്യത്തേക്കാൾ കൂടുതൽ ബൈബിൾ അവതരിപ്പിക്കുന്ന സാഹചര്യം ഇതാണ്. ഈ സാഹചര്യത്തിൽ മോശയോട് ദൈവം പറയുന്നത് ഇതാണ്, നിനക്ക് ശേഷം നിന്നെപ്പോലെ ഞാനൊരു പ്രവാചകനെ അവർക്ക് കൊടുക്കും എന്നാണ്. ആവശ്യം എന്താണെന്ന് ഓർക്കുക. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമറിയാൻ അവർക്കെന്താണൊരു മാർഗം? ഈ കഴിഞ്ഞ 40 വർഷം ദൈവത്തിൻ്റെ ഹിതമറിയിച്ചിരുന്ന മോശയാണ്. ഇനി മോശ അവരെ ഹിതമറിയിക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ട് നാളെ സംഭവിക്കേണ്ട കാര്യമാണെന്ന് ഓർക്കുക. മോശ മരിച്ചു കഴിയുമ്പോൾ ആരായിരിക്കും മോശയുടെ പിൻഗാമിയായിട്ട് ഇസ്രായേൽ ജനത്തെ നയിക്കുക? അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമായിട്ട് കൊടുക്കുക. നിൻ്റെ കാലശേഷം നിന്നെപ്പോലെ നിൻ്റെ സഹോദരന്മാരിടയിൽ നിന്ന് ഞാനൊരു പ്രവാചകനയക്കും. കാരണം എന്താണ്? ഈ 14-ാം വാക്യം നോക്കുക. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു, എന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവഹിതം അറിയാനായിട്ട് പകിട് നിരത്തി ജ്യോത്സ്യം പറയുന്നതിൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്. ജ്യോത്സ്യൻ്റെയോ പ്രശ്നം വെച്ച് കണ്ടുപിടിക്കുന്നതിൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്. അത് വിഗ്രഹാരാധനയിലേക്ക് നയിക്കും. കാനാൻകാരുടെ വിഗ്രഹാരാധന ഇസ്രായേൽക്കാർക്ക് എന്നും ഒരു ഭീഷണിയായിരുന്നു. അതിനുശേഷം അവർ കാനാൻകാരുടെ തിരുനാളുകളിൽ ഉത്സവങ്ങളിൽ പോകാൻ തുടങ്ങി. ആ ആചാരങ്ങൾ അനുഷ്ഠിച്ചു. അവസാനം ദൈവത്തെ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ വേണം ദൈവത്തിൻ്റെ ഹിതമറിയാൻ നീ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കല്ല പോകേണ്ടത്. പിന്നെ എങ്ങനെ അറിയും? അതിനാണ് പറയുക, നിന്നെ നയിക്കാൻ നിനക്ക് ദൈവത്തിൻ്റെ ഹിതം അറിയിച്ചാൽ ഞാനൊരു പ്രവാചകനെ അയക്കും. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക പ്രവാചകനെക്കുറിച്ചല്ല ഇത് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഓർക്കണം, ഈ ബൈബിൾ എഴുതിയ സാഹചര്യം, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യം, എഴുതുന്ന സാഹചര്യത്തിൽ അതിന് മോശയുടെ ഒരു പടി കൂടി പുറകോട്ട് പോയാൽ ചരിത്രപരമായ സാഹചര്യം, അത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചെടുക്കാം, ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാഹചര്യം ഇതാണ്. ഇസ്രായേൽക്കാരെ നയിക്കാനായിട്ട്, എന്നും നയിക്കാനായിട്ടൊരു പ്രവാചകൻ വേണം. ദൈവത്തിൻ്റെ ഹിതം അറിയിക്കാൻ. അതാണ് പ്രവാചകൻ. പ്രവാചകൻ പറഞ്ഞാൽ പ്രകർഷണ വചിക്കുന്നവനാണ്, മറ്റൊരുവന് വേണ്ടി സംസാരിക്കുന്നവനാണ്. വേറെ ആർക്കും വേണ്ടിയില്ല, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ. ദൈവത്തിന് വേണ്ടി സംസാരിക്കുക മാത്രമല്ല, ദൈവം നൽകുന്ന വചനം അറിയിക്കുന്നവനാകണം. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് മോശയാണ്. മോശയിലൂടെയാണ് ഉടമ്പടി ഉണ്ടാക്കിയത്. മോശയിലൂടെയാണ് പ്രമാണങ്ങൾ നൽകിയത്. മോശ ദൈവത്തിൻ്റെ ഹിതം ജനത്തെ അറിയിച്ചിരുന്നത് പോലെ തുടർന്നുള്ള വഴികളിൽ ദൈവത്തിൻ്റെ ഹിതം അറിയിക്കാൻ ജനങ്ങൾക്കൊരു പ്രവാചകനെ വേണം. അത് ദൈവം തന്നെ തരും. ഇതാണ് മോശയെപ്പോലെ പ്രവാചകൻ ആദ്യമേ അർത്ഥമാക്കുക. ഏതെങ്കിലും പ്രത്യേകമായ പ്രവാചകൻ മാത്രമല്ല ഇത്, ഒരു പരമ്പര ഉണ്ട്. ജനങ്ങളെ നിരന്തരമായി നയിക്കുന്ന പ്രവാചക പരമ്പര തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുക. മോശയെപ്പോലെ. എന്താണ് മോശയുടെ പ്രവാചകൻ്റെ പ്രത്യേകത? അവൻ സ്വന്തം നിൻ്റെ സഹോദരങ്ങൾ എന്നുള്ളവരായിരിക്കും. നിൻ്റെ സഹോദരങ്ങളിൽ ഒരുവനായിരിക്കും. അതിനാണ് മുസ്ലിമുകൾ പറയുക മോശയുടെ സഹോദരൻ. ആരാണ് മോശയുടെ സഹോദരൻ? മോശ പിന്നോട്ട് പോകുമ്പോൾ യാക്കോബിൻ്റെ മകനായിരുന്നു. യാക്കോബ് ഏസാവിൻ്റെ മകനായിരുന്നു. ഏസാവ് അബ്രാഹത്തിൻ്റെ മകൻ. അപ്പോൾ അബ്രാഹത്തിൻ്റെ 2 മക്കളാണ് ഇസഹാക്കും ഇസ്മായിലും. മൂത്തവൻ ഇസ്മായിൽ ഹാഗാരും ജനിച്ചവനാണ്. സാറായിക്ക് മക്കളുണ്ടായിരുന്നു. ഭാര്യയായ സാറായിക്ക് മക്കളുണ്ടാകാതിരുന്നൊരു സാഹചര്യത്തിൽ വന്ധ്യയായിരുന്നു അവൾക്ക്. പകരം സാറാ തന്നെ കണ്ടുപിടിച്ചതാണ് ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ. അത് തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രാഹത്തിന് വിട്ടുകൊടുത്തു. അബ്രാഹം ആ ദാസിയിൽ നിന്നൊരു ഒരു ശിശുവിനെ ഉൽപ്പാദിപ്പിച്ചു. ആ ഹാഗാറിന് ലഭിച്ച ആദ്യത്തെ പുത്രനാണ് ഇഷ്മായേൽ. ദൈവം എൻ്റെ വാക്ക് കേട്ടു, എൻ്റെ യാചന കേട്ടു. ഇഷ്മായേൽ ദൈവം കേട്ടു.
അതിനുശേഷം ദൈവം കനിഞ്ഞ് സാറായിക്ക് ഒരു മകനെ കൊടുത്തു, അതാണ് ഇസഹാക്ക്. അപ്പോൾ ഇസഹാക്ക് അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇസ്രായേൽക്കാർ. ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കൾ, അവരാണ് ഇസ്രായേൽക്കാർ. അപ്പോൾ നിങ്ങളുടെ സഹോദരന്മാരിൽ ഒരുവനെന്ന് പറയുമ്പോഴേക്കും ഈ മുസ്ലിംസ് അവകാശപ്പെടുന്നത് ഇസ്രായേൽക്കാരുടെ സഹോദരങ്ങൾ ഇസ്മായിലിൻ്റെ മക്കളായ അറബികളാണ്. അതെങ്ങനെ ശരിയാകുമെന്നാണ് ചോദ്യം. ഇപ്പോൾ സഹോദരൻ എന്ന് പറയുമ്പോഴേക്കും അബ്രാഹത്തിൻ്റെ 2 മക്കളിൽ ഒരാളെ നമ്മൾ കസിൻസൊക്കെ ഒന്ന് സഹോദരൻ എന്ന് പറയാം, പക്ഷേ അതാണ് ഇവിടെ അർത്ഥമാക്കുക. ഇങ്ങനെ വരുമ്പോഴേ ഓർക്കുക, അതിന് തൊട്ട് മുമ്പ് രാജാവിനെക്കുറിച്ചൊരു പ്രവചനമുണ്ട്. അത് നിയമാവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ കാണും. അത് ഞാൻ വായിക്കട്ടെ. ഈ സഹോദരനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസം ഉറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്കെന്നതുപോലെ നിനക്കും രാജാവ് ഉണ്ടായിരിക്കണം എന്ന് നീ ആഗ്രഹിച്ചാൽ നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത്. നിൻ്റെ സഹോദരരിൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ, പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത്. അപ്പോൾ ഇസ്രായേലിൻ്റെ സഹോദരരിൽ നിന്ന് രാജാവിനെ വാഴിക്കുമെന്ന് പറയുമ്പോൾ ഏതായാലും ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിൻ്റെ സഹോദരങ്ങൾ എന്നാൽ ഇസ്മായിലിൻ്റെ മക്കളായ അറബികളിൽ നിന്ന് ഇസ്രായേൽക്കാർക്ക് രാജാവ് ഉണ്ടാകണമെന്നല്ലല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള മറ്റ് ജനതകളിൽ നിന്നല്ല, നിൻ്റെ ഇടയിലും തന്നെ ഒരാളായിരിക്കണം. ഇസ്രായേലിലേക്ക് വരുന്ന പ്രവാചകൻ ഇസ്രായേൽക്കാരൻ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ആദ്യത്തെ വാദത്തിന് നിലനിൽപ്പില്ല. നിൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഇസ്രായേൽക്കാർ തന്നെയാണ്. രാജാവിനെ വാഴിച്ചതുപോലെ, പുരോഹിതനെ വാഴിക്കുന്ന പോലെ പ്രവാചകനും ഇസ്രായേൽക്കാരോട് പ്രവചിക്കുന്ന പ്രവാചകൻ ഇസ്രായേൽക്കാരൻ തന്നെ ആയിരിക്കും. പിന്നീട് ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്, അത് ബാലാമിൻ്റെ കാര്യമാണ്. അതിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇസ്രായേൽക്കാരെ നയിക്കാൻ, നിരന്തരം ദൈവത്തിൻ്റെ ഹിതം അറിയിച്ച് നയിക്കാനായിട്ട് ഒരു പ്രവാചകൻ ഇസ്രായേൽക്കാർക്കുണ്ടായിരിക്കും. ഇതാണ് ദൈവം നൽകുന്ന വാഗ്ദാനം. ആദ്യത്തേത് മോശയെപ്പോലെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മോശ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദൈവം ഈ പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ പ്രവാചകൻ ജനത്തോട് പറയുന്നു. അപ്പോൾ ഒരു പ്രവാചക പരമ്പര തന്നെയാണ് ഉദ്ദേശിക്കുക. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങൾ ചോദിക്കും, ഒരാൾ പ്രവാചകനായിട്ട് വരുന്നു, പക്ഷേ അയാൾ യഥാർത്ഥ പ്രവാചകനാണോ അല്ലയോ എന്നെങ്ങനെ അറിയും? ഇത് ഇസ്രായേൽക്കാരുടെ അനുഭവമാണ്. എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് പറഞ്ഞ് ഒരുപാട് പ്രവാചകന്മാർ ഇസ്രായേൽക്കാരെ വഴിതെറ്റിക്കുന്നുണ്ട്. ജെറമ്യായുടെ കാലമാകുമ്പോഴത്തേക്കും വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരു യഥാർത്ഥ പ്രവാചകനെ ഞങ്ങളെങ്ങനെ തിരിച്ചറിയും? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇപ്പോൾ പ്രവാചകൻ പരമ്പര, ആരാണ് പ്രവാചകൻ? പ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാം? അതിന് ഇവിടെ കൊടുക്കുന്നൊരു മാനദണ്ഡം ഇതാണ്, 22-ാം വാക്യം. ഇപ്പോൾ പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സംസാരിച്ചതാണ്. അപ്പോൾ പ്രവാചകൻ എന്ന് പറയുമ്പോഴേക്കും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു സൂചന ഉണ്ടാകും. ആ പറയുന്ന കാര്യങ്ങൾ നിറവേറുകയാണെന്നുണ്ടെങ്കിൽ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോഫസി, പ്രവചനം നിറവേറുന്നത് ഒരു മാനദണ്ഡമായി എടുക്കുന്നു. പക്ഷേ ഇത് മാത്രമല്ല മാനദണ്ഡം എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഒരു സാഹചര്യം നമുക്ക് നിർത്താം. ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ ഈ പുസ്തകത്തിൻ്റെ ബൈബിളിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേൽക്കാർ നിരന്തരം നയിക്കാനായിട്ട് പ്രവാചകനുണ്ടായിരിക്കും. ആ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹിതമായിരിക്കും സംസാരിക്കുക. അയാളെ നമ്മൾ അംഗീകരിക്കണം. അത് കുറേ കാലത്തേക്കുണ്ടായി. മോശയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് വാസം ഉറപ്പിച്ചു, അനേകം നൂറ്റാണ്ടുകളോട് താമസിച്ചു. കുറേ കഴിയുമ്പോഴേക്കും പ്രവാചകന്മാരെ തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അവസാനം എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് മാത്രമല്ല, യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയാനായിട്ട് വേറെ 2 മാനദണ്ഡങ്ങൾ കൂടി ബൈബിൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ പ്രവാചകത്വത്തെക്കുറിച്ചുള്ള 2ാമത്തെ ക്രൈറ്റീരിയൻ കാണും. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരു അടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിൻചൊല്ലാം, അവരെ സേവിക്കാം എന്നവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകൻ്റെയോ വിശകലനക്കാരൻ്റെയോ വാക്ക് കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവൻ. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്കുകൾ കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടുത്തേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യാം. അവൻ പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ആകട്ടെ ആരായാലും വധിക്കപ്പെടണം. എന്തെന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവനും അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനുമാണ് അവൻ ശ്രമിച്ചത്. അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. വളരെ കർശനമാണ്, വളരെ കൃത്യവുമാണ്.
എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ വന്നൊരു കാര്യം പറയുന്നു, അത് അത്ഭുതങ്ങൾ കാണിക്കുന്നു, അടയാളങ്ങൾ കാണിക്കുന്നു, എന്നാലും നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങൾക്ക് പരിചിതമായ നിങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസത്തിൽ നകന്ന് മറ്റേതെങ്കിലും ദൈവത്തിൻ്റെ പിന്നാലെ പോകാനാണ് നിങ്ങളെ അവൻ ക്ഷണിക്കുന്നെങ്കിൽ അവൻ വ്യാജ പ്രവാചകനാണ്. നിങ്ങളുടെ ഇടയിൽ അവനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. കർശനമായ കൽപ്പനയാണ് അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളയണം. വ്യാജ പ്രവാചകൻ, അത് ഇസ്രായേലിൽ നിന്നും ഒരു ശാപമായിരുന്നു. വ്യാജ പ്രവാചകന്മാർ ഇന്നും അതൊരു യാഥാർത്ഥ്യമാണ്. ആര് പറയുന്നതാണ് ശരി, ആരാണ് യഥാർത്ഥ പ്രവാചകൻ? അപ്പോൾ ഇങ്ങനെ രണ്ട് മാനദണ്ഡങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. രണ്ട്, പ്രവചനം പൂർത്തിയായാലും പരമ്പരാഗതമായ വിശ്വാസത്തോടുള്ള ആ ഒരു യോജിപ്പ്, ആ വിശ്വാസ പാരമ്പര്യത്തിനുള്ള യോജിപ്പുണ്ടായിരിക്കണം, വിശ്വാസ തനിമ. ഈ ഒരു പ്രശ്നവും വീണ്ടും വന്നു ജെറമിയായുടെ കാലത്ത്. ജെറമിയായുടെ കാലമാകുമ്പോഴേക്കും ഒരുപാട് വ്യാജപ്രവാചകന്മാരുണ്ടായി. വ്യാജപ്രവാചകന്മാർ, ഒത്തിരി പ്രവാചകന്മാരുടെ ജെറമിയായും വ്യാജപ്രവാചകനാണ് എന്ന് മുദ്ര കുത്താൻ തുടങ്ങി. ജെറമിയ 23-25 വാക്യം, എനിക്ക് സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു ഞാൻ കേൾക്കുന്നുണ്ട്. കള്ളപ്രവചനങ്ങൾ നടത്തുന്ന, സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം കൊണ്ട് നടക്കും? കള്ളപ്രവചനങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ജെറമിയായെ പോലും വ്യാജപ്രവാചകനായി മുദ്ര കുത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ജെറമിയായും ഹനന്യായും. ജെറമിയ പറയുന്നത് ശരിയല്ല, ജെറമിയ യഥാർത്ഥ പ്രവാചകനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെറമിയായ്ക്കെതിരെ കൊണ്ടുവന്ന ആരോപണമാണ് ജെറമിയ വ്യാജപ്രവാചകനാക്കി. അപ്പോഴും നമ്മൾ ജെറമിയ എടുത്ത് കാണിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിയമാവർത്തന ദിവസം 18-ാമത്തെ അധ്യായത്തിലുള്ളത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഇപ്പോൾ പൂർത്തീകരണം നടന്നാലും യഥാർത്ഥ പ്രവാചകനായിരിക്കണമെന്നില്ല എന്ന് 13-ാമത്തെ അധ്യായത്തിലുണ്ട്. അതാണ് ജെറമിയ എടുത്ത് പറയുക. ജെറമിയയുടെ പുസ്തകം 28-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണ് ഇത് തെളിയുന്നത്. അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. പ്രവാചകന്മാരുടെ രണ്ട് ദൗത്യങ്ങളുണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ തിരിച്ചു വിളിക്കുക, മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ്. അപ്പം മാനസാന്തരത്തിനുള്ള ആഹ്വാനം നടത്തുമ്പോഴേക്കും ഈ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ടാകും, താക്കീതുകളുണ്ടാകും. ഉദാഹരണത്തിന് യോന പ്രവാചകൻ അസീറിയയുടെ തലസ്ഥാനമായ നിനവയിൽ ചെന്ന് യോന പ്രസംഗിച്ചു, ഇനി 40 ദിവസം നിങ്ങൾ മനസ്തപിക്കുന്നില്ലെങ്കിൽ ദൈവം ഈ നഗരം നശിപ്പിക്കും. ഇപ്പോൾ യോനായുടെ വാക്ക് ജനങ്ങൾ കേട്ടു, രാജാവ് പറഞ്ഞു. പിറ്റേ ദിവസം എല്ലാവരും ചാരം പൂശി ചാക്കൊടുത്ത് തപസ് ചെയ്യാൻ തുടങ്ങി. ദൈവം അവരെ ശിക്ഷിച്ചില്ല. എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന് ക്ഷണിക്കുന്ന പ്രവാചകൻ പറയുന്ന കാര്യം നിറവേറിയില്ലെങ്കിലും അയാൾ പ്രവാചകനാകാം. നശിപ്പിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം, മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നാണ്. എന്നാൽ നേരെ മറിച്ച് വലിയൊരു ഭാവി, വലിയൊരു സുഭിക്ഷമായ ഭാവിയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്ന പ്രവാചകൻ യഥാർത്ഥ പ്രവാചകനായിട്ട് തെളിയണമെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരണം. സാഹചര്യം ഇതായിരുന്നു. ഇസ്രായേൽക്കാരുടെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ബാബിലോൺ ചക്രവർത്തിയെ BC 598 അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കുറേ പേർ അവശേഷിച്ചു. ഈ അവശേഷിച്ചിരുന്നതിൻ്റെ കൂട്ടത്തിലാണ് ജെറമിയായും കൂട്ടരുമുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അനേകം വ്യാജപ്രവാചകന്മാർ പറഞ്ഞു, താമസിയാതെ ബാബിലോണിൽ നിന്ന് ആൾക്കാരെല്ലാം തിരിച്ചു വരും, അതുകൊണ്ട് നമുക്ക് ബാബിലോണിന് കപ്പം കൊടുക്കൽ നിർത്താം, ബാബിലോണിനോട് എതിർത്തിടണം, ഈജിപ്തിൻ്റെ സഹായത്തോടെ നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് അനേകം പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ അത് ജെറമിയ അതിനെതിരായിട്ട് നിന്നു. ഇല്ല, ബാബിലോൺ തിരിച്ചു വരും, ബാബിലോണിനെ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കപ്പെടും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജെറമിയ പറയുക ഈ പ്രവചനം യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയണം. ഇവർ പറയുന്ന പ്രവചനം യഥാർത്ഥമാണെന്ന് അറിയണമെങ്കിൽ അവർ തിരിച്ചു വരണം. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രവചനങ്ങളുണ്ട്. പൂർത്തീകരണം ഒന്നിനു മാത്രമേ ആവശ്യമാകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഭാവി സുഭദ്രമായ ഒരു ഭംഗിയായ ഭാവി വാഗ്ദാനം ചെയ്യുന്ന ആൾ പ്രവാചകനാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാകണം. ഇനി ഇതിനെല്ലാം ഉപരി യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയാനുള്ള ഒരു ക്രൈറ്റീരിയൻ, ഒരു മാനദണ്ഡം, ഒരു അടയാളം യേശു പറയുന്നുണ്ട്. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 15-20 വാക്യങ്ങൾ പ്രകാരം കാണും. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിരുന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇപ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്ന 18, 15, 22 വാക്യങ്ങൾ പറയുന്ന മോശയെപ്പോലെ പ്രവാചകൻ ആരാണ് എന്നതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ മോശയെപ്പോലെ ഇസ്രായേൽ ജനത്തെ നിരന്തരം നയിക്കാൻ ദൈവം ഒരു പ്രവാചകനെ അയച്ചുകൊണ്ടേയിരിക്കും. അതൊരു ഒറ്റപ്പെട്ട പ്രവാചകനെക്കുറിച്ചല്ല, പ്രവാചക പരമ്പരയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയാൻ എന്താണ് മാനദണ്ഡം?
നമ്മൾ 4 മാനദണ്ഡങ്ങൾ അവതരിപ്പിച്ചു. ആദ്യത്തെ 18-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്നതാണ് പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. ആ പറയുന്ന കാര്യങ്ങൾ നിറവേറിയാൽ യഥാർത്ഥ പ്രവാചകനാണെന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല 13-ാം അധ്യായം നമ്മൾ കണ്ടു, പ്രവചനം പൂർത്തിയായാൽ പോലും അവർക്ക് പരിചിതമില്ലാത്ത ഏതെങ്കിലും വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അവരെ അകറ്റുന്നതാണ്, അവരെ നയിക്കുന്ന ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുന്നതാണ് ഈ പ്രവചനമെങ്കിൽ അവൻ വ്യാജപ്രവാചകനാകണം. 2, മൂന്നാമത്തേത് പൂർത്തീകരണം എന്ന് പറയുന്ന ക്രൈറ്റീരിയൻ ഭാവിയെ സംബന്ധിച്ചൊരു ഭാസുരമായ ഭാവിയെ, സമാധാനത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ. മാനസാന്തരത്തിന് ക്ഷണിക്കുന്ന പ്രവാചകനാണ് കൂടുതൽ. അതിന് വേറെ അടയാളങ്ങളൊന്നും ആവശ്യമില്ല. ദൈവത്തോടുള്ള വിശ്വസ്തത, പരമ്പരാഗതമായ വിശ്വാസത്തോടുള്ള ആ വിശ്വസ്തത, മാനസാന്തരത്തിന് ആഹ്വാനം, അങ്ങനെ മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രവാചകൻ ഭാവിയെക്കുറിച്ച് പറയണമെന്നില്ല, അത് പൂർത്തിയാകണമെന്നില്ല, അത് യഥാർത്ഥ പ്രവാചകനായിരിക്കും. ജെറമ്യായിലൂടെ കണ്ടു. അവസാനമായിട്ട് യേശു തന്നെ എടുത്തു പറയുന്നൊരു ഏറ്റവും നിർണായകമായൊരു മാനദണ്ഡമുണ്ട്. അവരുടെ ഫലത്തിൽ നിന്ന് അവരെ തിരിച്ചറിയാം. ജീവിത സാക്ഷ്യമാണ് യഥാർത്ഥ പ്രവാചകത്വത്തിൻ്റെ മാനദണ്ഡം. അപ്പോൾ എന്താണ് ഫലം? എപ്രകാരമുള്ള ഫലമാണ്? നമ്മൾ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. യഥാർത്ഥ വിശ്വാസി പുറപ്പെടുവിക്കേണ്ട ഫലം എന്താണ്? ആത്മാവിൻ്റെ ഫലമാണ്. അത് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് അക്കം വിട്ടു പറയുന്നുണ്ട് 9 കാര്യങ്ങൾ. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ 9 കാര്യങ്ങളാണ് ആത്മാവിൻ്റെ ഫലം. ഇപ്രകാരം ഒരു ഫലം തരുന്ന ജീവിതമായിരിക്കണം ഈ പ്രവാചകൻ. അല്ലെങ്കിൽ ഇതൊന്നും ഏതെങ്കിലും ഇല്ലെങ്കിൽ അവനെ പ്രവാചകനായി കണക്കാക്കാൻ സാധിക്കുകയില്ല. ഇത്രയും നമുക്ക് ഒരു ഭാഗമായിട്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല ഈ പ്രവചനത്തിൻ്റെ അർത്ഥം. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ പ്രവാചകന്മാരുടെ ഒരു കാലഘട്ടമായപ്പോൾ തീർന്നു. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തുകൂടി പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രാജാക്കന്മാരില്ലാണ്ടായി, പുരോഹിതന്മാർ ഭരണമേറ്റെടുത്തു, പ്രവാചകന്മാരുടെ വരവ് വിരളമായി. ഇനി ആരെങ്കിലും വന്നാൽ അവൻ വ്യാജപ്രവാചകനായി തീരുമെന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ പ്രവാചകന്മാരില്ലാത്തൊരു കാലഘട്ടം ഇസ്രായേലുണ്ടായി. BC 5-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ അവസാനത്തെ പ്രവാചകനായിട്ട് കണക്കാക്കപ്പെടുന്നു മലാക്കി പ്രവാചകനാണ്. 450 അവസാനിച്ചാണ് മലാക്കിയുടെ കാലഘട്ടം. അപ്പോൾ അതിനുശേഷം ഈ പ്രവചനം പുതിയൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇപ്പോൾ ദൈവം പ്രവാചകനെ ഇനിയും അയക്കും. അത് മറ്റുള്ളവരെ പോലെ ആയിരിക്കില്ല. ഒരു പ്രവാചകൻ, മോശയെപ്പോലെ പ്രവാചകനെ ദൈവം അയക്കുമെന്ന വാഗ്ദാനമുണ്ട്. അത് ഇനിയും നിറവേറാനിരിക്കുന്നതേയുള്ളൂ എന്ന ഒരു രണ്ടാമത്തെ വ്യാഖ്യാനമുണ്ടായി. അവിടെയാണ് നമ്മളിപ്പോൾ കാണുന്ന മോശയെപ്പോലെ പ്രവാചകൻ്റെ പ്രത്യേകത നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ആരാണ് ഈ പ്രവാചകൻ? ഇപ്പോൾ ഇസ്രായേലിലെ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് നിന്ന് കഴിഞ്ഞപ്പോൾ ഇനിയും ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകൻ ആരാണ്? ഈ ഒരു പ്രവാചകനാണ് മുഹമ്മദ് എന്നാണ് മുസ്ലിമുകൾ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ശരിയാണോ? അതോ മറ്റാരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ തന്നെ ഈ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ട് വരുന്ന പ്രവാചകനെക്കുറിച്ച്. അവസാനം ഈ പ്രവചനം തന്നെ അതേപടി ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും. മോശ ഇപ്രകാരം പറഞ്ഞു: ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെക്കുറിച്ചാണ്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിയുമ്പോൾ പത്രോസ് നടത്തുന്ന ആ പ്രസംഗത്തിൽ എടുത്തുപാടി എന്നത് മോശ മുൻകൂട്ടി പറഞ്ഞിരുന്ന തന്നെപ്പോലെ ഒരു പ്രവാചകനായിരിക്കും എന്ന് പറയുന്നത് വാസ്തവത്തിൽ യഥാർത്ഥമായി പൂർത്തിയായത് യേശു ക്രിസ്തുവിലാണ്. യുഗാന്ത പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കും. എസ്കത്തലോജിക്കൽ പ്രോഫറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. അപ്പം മോശയുടെ പ്രവചനം വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചാണ്. പ്രവാചകത്വത്തിൻ്റെ എല്ലാം പൂർത്തീകരണമായിരിക്കും. അവൻ മോശയെപ്പോലെ ആയിരിക്കും. ആ പ്രവചനം യേശുവിൽ പൂർത്തിയായി എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോഴേ യേശു പ്രവാചകനായിരുന്നോ? യേശു പ്രവാചകനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയോ? യേശുവിനെ പ്രവാചകനായി ആരെങ്കിലും അംഗീകരിച്ചോ? യേശു തന്നെ അവകാശപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ്. ആദ്യത്തേത്, ജനങ്ങൾ അവനെ സ്വീകരിച്ച പ്രവാചകനായിട്ടാണ്. അനേകം ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം എടുക്കട്ടെ. സമറിയായിലെ കിടത്തിൻകരയിൽ ദാഹിച്ചിരിക്കുന്ന യേശു, വെള്ളം കോരാനായിട്ട് ഒരു സമറിയാക്കാരി സ്ത്രീ, യേശു അവരോട് എനിക്ക് അല്പം കുടിക്കാൻ തരൂ. ആ സംഭാഷണം നിങ്ങൾക്കറിയാം. യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണ്. പറഞ്ഞ് അവരുമ്പോഴേക്കും അവസാനം യേശു പറയും, ഞാൻ വെള്ളം തരാൻ, നീ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അയ്യോ, എനിക്ക് ഭർത്താവില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, ശരിയാണ്, നീ പറഞ്ഞ് ശരിയാണ്, നിനക്ക് 5 പേര് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിൻ്റെ താമസിക്കുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ കൂടിയല്ല. ശരിയാണ്. അത് കേട്ടപ്പോൾ അവൾ പറയാണ്, അങ്ങനെ പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവളുടെ
കഴിഞ്ഞ കാലങ്ങൾ ഇവരുടെ ആന്തരികത അറിയാൻ മാത്രം ഉൾക്കണ്ണുള്ള ഒരു കാഴ്ചയുള്ള യേശുവിനെ പ്രവാചകനായിട്ടാണ് കണക്കുന്നത്. നീ ഒരു പ്രവാചകനാണ് ഞാൻ മനസ്സിലാക്കുന്നു. വേറൊരു ഉദാഹരണം, യോഹന്നാൻ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ദീർഘമായൊരു സംഭാഷണം നടക്കുന്ന ഒരു കുരുടനായി ജനിച്ചവൻ. ആ കുരുടനായി ജനിച്ചവനെ യേശു സുഖപ്പെടുത്തി. അവൻ്റെ കണ്ണിൽ ചെളി പുരട്ടി കഴുകാൻ പറഞ്ഞ ഒരു കാഴ്ചയുണ്ടായി. തിരിച്ചു വരുമ്പോൾ ഫരിസേയരാണ് ചോദ്യം ചെയ്യും, ആരാണ് നിനക്ക് തന്നത്? അവനെക്കുറിച്ച് എന്തു പറയുന്നു? അവൻ പ്രവാചകനാണ്. കാഴ്ച കിട്ടിയ കുരുടൻ പറയുന്നു. യേശു വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരത്തോട് ഹോസാന വിളികളുടെ മധ്യേ ജെറൂസലത്തേക്ക് പ്രവേശിക്കുന്നു ഓശാന ഞായറാഴ്ച. അപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കുന്നത് ആരാണിവൻ? ജെറൂസലംകാർ ചോദിക്കുന്ന ആരാണിവൻ? ഗലീലിൽ നിന്നുള്ള പ്രവാചകനാണ്. ഇപ്പം നാട്ടുകാരവനെ കണക്കാക്കിയത് പ്രവാചകനായിട്ടാണ്. ഇനി ശിഷ്യന്മാരെ സംബന്ധിച്ചോളം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് യേശു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഒരു ഇടക്കാല വിലയിരുത്തലാണ്, മിഡ് ടൈം ഇവാലുവേഷൻ പറയും. കേസറിയ ഫിലിപ്പ് വെച്ച് ചോദിക്കുമ്പോൾ പത്രോസ് പറയും, ജനങ്ങൾ ആരാണെന്ന് പറയുക, നീ പ്രവാചകനാണെന്ന് പറയുന്നു, ഏലിയാണെന്ന് പറയുന്നു, മോശയെപ്പോൾ പ്രവാചകൻ. യേശുവിനെ പ്രവാചകനായ ജനങ്ങളെല്ലാം കരുതുന്നു, യാതൊരു സംശയവുമില്ല. കാരണം ഇല്ലാതിരുന്ന പ്രവാചകത്തോട് ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർ യേശുവിനെ കർത്താവും ഒക്കെ മനസ്സിലാക്കിയെങ്കിലും അംഗീകരിച്ചെങ്കിലും മനസ്സിൽ പതിഞ്ഞു നിന്ന ചിത്രം പ്രവാചകൻ്റെതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അന്ന് യേശുവിനെ കാണാതെ നാട് വിട്ടു പോകുന്ന എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ അപരിചിതനായി യേശു നടന്നു. അപ്പോൾ അവർ ചോദിക്കും, യേശു ചോദിക്കും, നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ പ്രവൃത്തിയിലും വാക്കിലും വലിയ പ്രവാചകനായിരുന്നു. അപ്പോൾ യേശുവിനെ പ്രവൃത്തിയിലും വാക്കിലും ശക്തനായ പ്രവാചകൻ, മോശയെപ്പോലെ പ്രവാചകനാണ്. ശിഷ്യന്മാർ കണക്കാക്കിയതാണ്. ഇനി യേശു തന്നെയോ? യേശു തന്നെയും തന്നെ പ്രവാചകനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നസറത്തിലെ സിനഗോഗിൽ വെച്ച് യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം ലൂക്കാ രേഖപ്പെടുത്തുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ 18-19 വാക്യങ്ങൾ യേശു ഉദ്ധരിക്കുകയാണ്. യേശയ്യായുടെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യേശയ്യായുടെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. വരാവുന്ന പ്രവാചകനെക്കുറിച്ചുള്ള വിവരണമാണ്. അത് തന്നിൽ പൂർത്തിയായിരിക്കുന്നു എന്ന് യേശു അവകാശപ്പെടുകയാണ്. അപ്പോൾ യേശുവിൻ്റെ വാക്കും പ്രവൃത്തികളും പ്രവാചകൻ്റേതായി അവസാനത്തെ വാക്കുകൾ പൂർത്തിയാകുന്നു. എല്ലാ പ്രവചനങ്ങളും തന്നെ പൂർത്തിയായിരിക്കുന്നതാണ് യേശു പറയുക. ഇനി യേശുവിൻ്റെ മരണവും പ്രവാചകൻ്റേതായിട്ടാണ് കണക്കാക്കുക. നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം വായിച്ചു നോക്കുക. 13-ാം അധ്യായം 31-33 വാക്യങ്ങളിൽ ഫരിസേയർ യേശുവിൻ്റെ അടുക്കൽ പറയും, നീ ഈ നാട് വിട്ടു പോകണം, കല്ലും ഹെറോദെസ് അന്തിപ്പാസ് നിൻ്റെ കൊല്ലാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. പറയും, നിങ്ങൾ പോയ കുറുക്കനോട് പറയുക, ഞാൻ ഇന്നും നാളെ ഇവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ 3-ാം ദിവസം ഞാൻ എൻ്റെ യാത്ര പൂർത്തിയാക്കും. കാരണം ജെറൂസലമിന് പുറത്ത് വെച്ച് പ്രവാചകൻ നശിക്കുന്നത് സത്യമല്ല. അപ്പോൾ ജെറൂസലമിന് പുറത്ത് വെച്ച് ജെറൂസലം വെച്ച് മരിക്കുന്ന പ്രവാചകനാണ് താനെന്ന് യേശു തന്നെ അവകാശപ്പെടുകയാണ്. ഇങ്ങനെ വരുമ്പോഴേക്കും യേശു പ്രവാചകനായിരുന്നു, മോശയെപ്പോലെ പ്രവാചകനാണെന്ന് യേശു തന്നെ അംഗീകരിക്കുന്നു. ശിഷ്യന്മാർ ഏറ്റുപറയുന്നു. യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പത്രോസ് എടുത്തു പറയുന്നു യേശു പ്രവാചകനായിരുന്നു എന്ന്. അതുകൊണ്ട് മോശയെപ്പോലെ പ്രവാചകൻ ആരാണ് എന്ന് ചോദിച്ചാൽ വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അത് യേശുവിൽ പൂർത്തിയായ പ്രവചനമാണ്. പക്ഷേ മുഹമ്മദിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ? മുഹമ്മദ് മോശയെപ്പോലെ പ്രവാചകനാണോ? അതിനെക്കുറിച്ച് എന്താ പറയുക? ആദ്യമേ ചോദിക്കേണ്ടത്, ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ മുഹമ്മദ് ഒരു പ്രവാചകനാണോ? ബൈബിളിൽ ഞാൻ എടുത്ത് കാണിച്ച ഈ ബൈബിൾ കാണിക്കുന്ന മാനദണ്ഡങ്ങൾ 4 ഈ മുഹമ്മദിൽ പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല എന്നാണ് വാസ്തവം. മുഹമ്മദ് എന്തെങ്കിലും മുൻകൂട്ടി പറയുകയും അത് നിറവേറുകയും ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നില്ല, ഇസ്ലാം ആരും പറയുന്നില്ല. പ്രവചനത്തിൻ്റെ പൂർത്തീകരണമില്ല. രണ്ടാമത്തേത്, പരമ്പരാഗതമായ വിശ്വാസത്തോടുള്ള തനിമ. എന്ത് വിശ്വാസമാണ്? ഇസ്രായേൽക്കാരുടെ വിശ്വാസത്തെ ഘടകവിരുദ്ധമായിട്ടാണ് മുസ്ലിമുകൾ പോകുന്നത്. പുതിയൊരു ദൈവത്തെ അവതരിപ്പിക്കുന്നു. പഴയ ഇസ്രായേലിന് വെളിപ്പെടുത്തപ്പെട്ടിരുന്ന ഇസ്രായേലിന് വെളിപ്പെടുത്തുന്ന യാഹ്വേയിലൂടെയും യേശുക്രിസ്തുവിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധത്വത്തിൻ്റെയും ആ വിശ്വാസത്തിൽ നിന്ന് ഘടകവിരുദ്ധമായി വേറൊരു ദൈവചിത്രം കൊണ്ടുവരുമ്പോൾ പരമ്പരാഗതമായ വിശ്വാസത്തോട് ഒരു തരത്തിലും വിശ്വസ്തത പുലർത്താത്ത ഒരു വ്യക്തിയായിട്ടേ മുഹമ്മദിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസ തനിമയിലും മുഹമ്മദിനെ മോശയെപ്പോലെ പ്രവാചകനെ കാണാൻ സാധിക്കില്ല. പ്രവാചകനായ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ. ഇനി അടയാളങ്ങൾ. എന്തടയാളമാണ്? ഒരടയാളവുമില്ല. എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് ഖുർആൻ അവകാശപ്പെടുന്നില്ല. താൻ പറയുന്നത് സത്യമാണ് എന്ന് തെളിയിക്കാനായിട്ട് യാതൊരു തരത്തിലും മുഹമ്മദിന് സാധിച്ചിട്ടില്ല. അവസാനം യേശു നൽകുന്ന ക്രൈറ്റീരിയൻ ജീവിത സാക്ഷ്യം. എന്തു ഫലമാണ് ജീവിതത്തിലുണ്ടായത്? നമുക്കറിയാം, മുഹമ്മദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും പിണക്കം തോന്നരുത്, പക്ഷേ ഒരു അനുകരണാർഹമായ മാതൃകയാണെന്ന് പറയാൻ സാധിക്കുമോ? 25 വയസ്സുള്ളപ്പോൾ 40 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം ഒന്നിനു പിറകെ ഒന്നായി അനേകം ഭാര്യമാരെ വിവാഹം കഴിക്കുന്നു.
അവസാനം 6 വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് വിവാഹ വാഗ്ദാനത്തിന് 9-ാം വയസ്സിൽ അവളുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നു. ഇന്നത്തെ നിയമത്തിലാണെന്നുണ്ടെങ്കിൽ ശിശുപീഡനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാകേണ്ട വ്യക്തിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ മോശയെപ്പോലെ പ്രവാചകനായിട്ട് കണക്കാക്കാൻ സാധിക്കുക? അപ്പം ബൈബിളിൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ മുഹമ്മദിനെ പ്രവാചകനായിട്ടേ കാണാൻ സാധിക്കുകയില്ല. പിന്നെ എന്താണ് അതവർ തീരുമാനിക്കണം. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന ഈ പ്രവചനത്തിൻ്റെ ഫലം എന്താണ്? ഇസ്ലാം എന്നാണ് പേരെങ്കിലും ഇതുപോലെ അസമാധാനം സൃഷ്ടിക്കുന്ന മറ്റേതെങ്കിലും മതമുണ്ടോ? ഇപ്പോൾ ഭാരതത്തിൽ മാത്രമല്ല കേരളത്തിലല്ല ലോകം മുഴുവനും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ മുഖ്യധാരയിൽ നിൽക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ ആൾക്കാരല്ലേ? എല്ലാവരും തീവ്രവാദികളാണെന്ന് പറയുന്നില്ല. ഇസ്ലാം സമാധാനമാണ്. പക്ഷേ സമാധാനം എന്ന് പറയുന്നിടത്ത് സമാധാനമില്ലാത്ത അസമാധാനമല്ല കൊണ്ട് അതല്ലേ വാളിൻ്റെ തന്നെ അടയാളം. മുഹമ്മദിൻ്റെ അടയാളമായിട്ട് മതത്തിൻ്റെ അടയാളമായിട്ട് എടുത്തിരിക്കുന്ന വാളാണ്. യേശുവിൻ്റെ അടയാളം കുരിശാകുമ്പോൾ കുരിശ് സഹനം ഏറ്റെടുക്കുന്നതാണ്, വാള് കൊല്ലാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അപ്പോൾ യേശു പറഞ്ഞില്ലേ വാളില്ലാത്ത ഉടുപ്പ് വിറ്റ് വാള് വാങ്ങട്ടെ? എന്ത് വാളിനെക്കുറിച്ചാണ് പറഞ്ഞത്? പത്രോസ് പറഞ്ഞ് 2 മതി, നിനക്ക് മനസ്സിലായില്ല. പത്രോസ് വാളൂരിയപ്പം വാളതിൻ്റെ ഉറയിലിടുക, ഒരു കിടതടിക്കുന്ന മറ്റേ ചൂട് കാണിച്ചു കൊടുക്കുക. തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്. അപ്പം ഫലം, പഠനത്തിൻ്റെ ഫലം, പ്രബോധനത്തിൻ്റെ ഫലം, ഇതെല്ലാം കണക്കൂട്ട് നോക്കുമ്പോൾ ഒരു കാരണവശാലും ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ മുഹമ്മദിനെ പ്രവാചകനായേ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. പിന്നെ മോശയെ പ്രവാചകൻ എന്ന് പറയുന്നതിന് അർത്ഥമേ ഇല്ല. അവസാനം പറയും അവരെന്താണ് പറയുക, മോശയുടെ സഹോദരന്മാരിൽ നിന്നൊരുവനാണ്. ശരിയാണ്. ഇസ്മായിലും ഇസ്ഹാക്കും സഹോദരങ്ങളായിരുന്നു. പക്ഷേ എത്രയോ ധ്രുവങ്ങൾ അകലെയാണ് അവർ. അപ്പോൾ ഇങ്ങനെ അറേബ്യയിൽ നിന്ന് ഒരാൾ വേണമോ ഇസ്രായേൽക്കാരുടെ രാജാവാകാനും പ്രവാചകനാകാനും? അത് ഇന്ന് ഓരോ ആശയങ്ങൾ കണ്ടുപിടിച്ച് തങ്ങളുടെ വിശ്വാസത്തിന് ബൈബിളിൻ്റെ സാക്ഷ്യമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന വൃഥാശ്രമമായേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബൈബിൾ വേറെ, ഖുറാൻ വേറെ, ബൈബിളിലെ പ്രവാചകൻ വേറെ, മുഹമ്മദ് വേറെ, ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് കാണുകയല്ലാതെ ഇത് മോശമായ പോലെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി ബൈബിളിൽ നിന്ന് ഒരു തെളിവുകൾ നമുക്ക് കിട്ടുകയുമില്ല. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിൽ വഴിതെറ്റി പോകാതെ ശ്രദ്ധിക്കണം. മുഹമ്മദിനെക്കുറിച്ച് ആദരവോട് സൂക്ഷിക്കുക. അദ്ദേഹം ഒരു മതസ്ഥാപകനാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തെ പ്രവാചകനായിട്ട് കാണാൻ സാധിക്കില്ല. മുഹമ്മദിൻ്റെ ജീവിതം അവതരിപ്പിക്കുകയല്ല എൻ്റെ ലക്ഷ്യം. പക്ഷേ നമുക്ക് സ്വീകാര്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിനി നമ്മൾ കാണും. വിഗ്രഹാരാധനയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും ഈ പ്രബോധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമ്മൾ കാണുകയുണ്ടായി. ഖുറാനിൽ അവതരിപ്പിക്കുന്ന ഈസാ നബിയും ബൈബിളിൽ യേശു ക്രിസ്തു തമ്മിൽ സാമ്യമുണ്ട്, പക്ഷേ രണ്ടും ഒരാളാണെന്ന് പറയാനാവില്ല. മിറിയാമും മറിയവും തമ്മിൽ സാമ്യമുണ്ട്, പക്ഷേ രണ്ടും ഒരാളാണെന്ന് പറയാനാവില്ല. ദൈവവും അള്ളാഹും തമ്മിൽ സാമ്യമുണ്ട്, പക്ഷേ സാമ്യത്തൊക്കെ കൂടുതൽ ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ ബൈബിളിലുണ്ടായിരുന്ന ബൈബിളിലെ ചില വ്യക്തികളെയും ബൈബിളിലെ ചില പ്രബോധനങ്ങളെയും എടുത്ത് തങ്ങൾക്ക് തോന്നിയ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് തങ്ങൾക്കിഷ്ടമില്ലാത്തതെല്ലാം വെട്ടിക്കളഞ്ഞ് ഉണ്ടാക്കിയ ഒരു യാന്ത്രികമായി ഉണ്ടാക്കിയ വിശ്വാസമാണ് ഇതിനെ പറയാൻ സാധിക്കും. ബൈബിളും ഖുറാനും തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ടെങ്കിലും ബൈബിളിൽ നിന്ന് എടുത്തതാണ്. കാരണം ബൈബിളിന് ശേഷം 7 നൂറ്റാണ്ടിന് ശേഷമാണല്ലോ ഖുറാൻ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവിടെ നിന്ന് എടുത്തു. ബൈബിളിലൊന്നും ബൈബിൾ സഭ അംഗീകരിക്കാത്ത അപ്പോക്രിഫൽ അപ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ കുറേ കഥകൾ ചേർത്തുണ്ടാക്കിയതാണ് ഈ ഇവിടെ വരുന്ന നിയമങ്ങളും പ്രമാണങ്ങളും ജീവിത ശൈലികളുമൊക്കെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്ന മോശയെ പ്രവാചകൻ മുഹമ്മദ് അല്ല, അത് അൾട്ടിമേറ്റ്ലി യേശു ക്രിസ്തു ആയിരുന്നു എന്നൊരു ബൈബിൾ തന്നെ തെളിവുണ്ട്. ഇതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഹിതം, അങ്ങയുടെ വചനം ജനങ്ങളെ അറിയിക്കാനായി അങ്ങ് എന്നും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകൻ്റെ നാവിൽ അങ്ങയുടെ വചനം നിക്ഷേപിക്കും. ആ പ്രവാചകൻ്റെ വാക്കുകൾ അങ്ങയുടെ വാക്കുകളാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ അവിടെ അടയാളങ്ങളും തന്നു. ആ പ്രവാചകൻ്റെ ജീവിതഫലം, വാക്കുകളുടെ ഫലം, അതാണ് ഏറ്റവും വലിയ സാക്ഷ്യമായിട്ട് നൽകിയത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇപ്രകാരമുള്ള ഫലം പുറപ്പെടുവിക്കുന്ന നല്ല പ്രവാചകനായി അവിടുന്ന് യേശുവിനെ അയച്ചു. ആ യേശുവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് പ്രവാചക ദൗത്യവുമായി ഞങ്ങളെ ഇവിടുന്ന് അയക്കുന്നു. വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയാനും യഥാർത്ഥ പ്രവാചകന്മാരെ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരുടെ പ്രബോധനം സ്വീകരിക്കാനും ആ പ്രബോധനത്തിനനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.